നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 71 അധ്യായം 21 വാക്യം. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. ഈ ഒരു തിരുവചന ഭാഗത്തിൽ നമ്മെ ഏറ്റവും അധികം ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് വീണ്ടും എന്ന വാക്കിനാണ്, അല്ലെങ്കിൽ വീണ്ടും എന്ന പദത്തിനാണ്. നീ എന്നെ ആശ്വസിപ്പിച്ച് അല്ലെങ്കിൽ നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് വീണ്ടും ആശ്വസിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തുടർച്ചയായി ചെയ്തു കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൻ്റെ വീണ്ടുമുള്ള ആവർത്തനത്തെ അല്ലെങ്കിൽ വീണ്ടും എന്ന പദം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് യഹോവ ഒരു തവണയോ 2 തവണയോ അല്ല ആശ്വാസവുമായി നമ്മുടെ പക്കലേക്ക് എത്തുന്നത്. പിന്നെയോ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും വീണ്ടും വീണ്ടും അതൊരു ആവർത്തന വിരസത കൂടാതെ നമുക്ക് സാന്ത്വനം നൽകുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, തൊട്ടു തലോടുവാൻ, നൊമ്പരങ്ങളിൽ നമ്മോടൊപ്പം ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം അത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഹൃദയം തുറന്നുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഇത്തരത്തിലുള്ളതാകട്ടെ. നമ്മുടെ എല്ലാം ഈ ഭൂമിയിലെ മഹത്വം വർദ്ധിപ്പിച്ച് നമ്മുടെ സഭാ സാമൂഹ്യ ജീവിതങ്ങളിൽ ഈ മഹത്വത്തിൻ്റെ വർദ്ധീകരണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ദൈവമേ എന്നെ ആശ്വസിപ്പിക്കുവാൻ നീ വീണ്ടും ഇറങ്ങി വരയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരുപാട് പ്രാവുകൾ പാറിപ്പറന്ന് നടക്കുന്ന ഒരു ചുറ്റുപാട്. അവരാകട്ടെ എല്ലാ ദിവസവും രാവിലെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ധാന്യമണികൾ ശേഖരിക്കുവാനായി അല്ലെങ്കിൽ ധാന്യമണികൾ ഭക്ഷിക്കുവാനായി പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാട്ടിലൂടെ ഇവർ പറക്കുന്ന സമയത്ത് ഒരു വേടന്റെ കൺമുന്നിലേക്ക് ഇവർ എത്തപ്പെടുകയാണ്. ആ വേടനാകട്ടെ പെട്ടെന്ന് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒരു കെണി വെച്ചാൽ അല്ലെങ്കിൽ വല വിരിച്ചാൽ ഒത്തിരി പ്രാവുകളെ എനിക്ക് കിട്ടുമല്ലോ എന്നോർത്ത്. അങ്ങനെ വേടൻ ഒരു വലിയ കെണി ഒരുക്കുകയാണ്. എന്നാൽ ഈ പ്രാവുകളാകട്ടെ അതറിയാതെ ആ കെണിയിലേക്ക് അകപ്പെടാനും പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം വേടൻ കാടിൻ്റെ നടുഭാഗത്തായി കുറച്ച് ധാന്യങ്ങൾ ഇടുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് വന്ന ഈ പ്രാവുകളാകട്ടെ സന്തോഷത്തോടെ ഓടിയെടുക്കുകയാണ് ധാന്യമണികൾ കൊത്തിക്കഴിക്കാൻ. എന്നാൽ ആ കൂട്ടത്തിലുള്ള പ്രായമുള്ള ഒരു പ്രാവ് ഇവരെ ഉപദേശിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത്, അതിന് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം തിരിച്ച് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും എന്തിനാണ് ഞങ്ങളെ തടയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ധാന്യം എടുത്താൽ നമുക്ക് വിശപ്പിനുള്ളതാകില്ല, എന്തിനാണ് ഞങ്ങളെ തടയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് ആ പ്രായമുള്ള പ്രാവ് ഉത്തരം നൽകുന്നുണ്ട്. ആ ഉത്തരം എന്താണെന്നും അതിലേക്കുള്ള കെണി എന്താണെന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബാക്കി കഥ കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ടയിൽ നിന്ന് കുഞ്ഞമ്മ ആന്റി ആണല്ലേ? അതെ. എന്തുണ്ട് ആന്റി പത്തനംതിട്ടയിലെ വിശേഷം? വിശേഷം എന്തോ, മഴയൊക്കെയാ. ഓക്കെ, ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ ഹസ്ബൻഡും ഉള്ളു ഇപ്പം. ഓക്കെ. അപ്പോ സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, നല്ല കാലാവസ്ഥയൊക്കെ ആണല്ലേ? നല്ല കാലാവസ്ഥ. ഓക്കെ ആന്റി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? അതിനിടയ്ക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. പോകാം. ഓക്കെ, അപ്പൊ കുഞ്ഞമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വേഗതയുള്ള ഒരു മേഘത്തിൽ സവാരി ചെയ്ത് യഹോവ എവിടേക്കാണ് വരുന്നത്? യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രൈമിലേക്ക് വരുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, മിസ്രൈമിലേക്ക്. സന്തോഷായില്ലേ? അതെ. ഓക്കെ, അപ്പൊ ആന്റി ഒരു വചനം പറയുവാണോ, പാട്ട് പാടുവാണോ, എന്താ ചെയ്യാ? എന്താ ചെയ്യണ്ടേ? എന്തിനു റെഡി? ഓക്കെ, എന്നാ പാട്ട് പാടിയോളൂ. കൊഴിതൻ കുഞ്ഞിനെ തിരകടിയിൽ മറയ്ക്കും പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിനിടെ വാസിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത മന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻരൂപകൾ, എണ്ണിയാൽ തീരാത്ത മന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻരൂപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത മന്മകൾ
കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓക്കെ ആൻറ്റി, വളരെ നന്നായിട്ട് പാടി. ആ ഒരു പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാട്ടിന്റെ ഫീലായിരുന്നു. അയ്യോ, കുഞ്ഞു കുട്ടിയോ? എനിക്ക് എത്ര വയസ്സുണ്ട്? അയ്യോ, ഞാൻ പാട്ട് പാടിയപ്പോൾ ആ പാട്ടിന്റെ ഒരു ഇത് പറഞ്ഞതാ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം ആന്റിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. യഹോവ വേഗതയുള്ള ഒരു മേഘത്തിൽ സവാരി ചെയ്ത് മിസ്രയീമിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മിഥ്യാമൂർത്തികൾ അവന്റെ സന്നിധിയിൽ നടുങ്ങുകയും മിസ്രയീമിന്റെ ഹൃദയം അതിന്റെ ഉള്ളിൽ ഉരുകയും ചെയ്യും. അത്രേ ഉള്ളൂ, സംശയമൊന്നുമില്ല. ചോദിച്ചതിനേക്കാളും 2x ലിറ്റ് സ്പീഡിലായിരുന്നു ഉത്തരം എനിക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ് ആന്റി. മിസ്രയീമിലെ വിഗ്രഹങ്ങൾ അവന്റെ സന്നിധിയിൽ നടുങ്ങുകയും മിസ്രയീമിന്റെ ഹൃദയം അതിന്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യും. ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലൂടെ പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മിസ്രയീമ്യരെ എങ്ങനെയാണ് ദൈവം നശിപ്പിക്കുന്നത്? ആന്റി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ അതിന്റെ ആലോചന നശിപ്പിക്കുന്നപ്പോൾ അവർ യുദ്ധം ചെയ്താണ്. ഒരിക്കൽ കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കാം. മിസ്രയീമ്യരെ എങ്ങനെയാണ് ദൈവം നശിപ്പിക്കുന്നത്? ഓരോരുത്തരും താങ്കാന്റെ സഹോദരനോടും ഓരോരുത്തരും താങ്കാന്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും. ഓക്കെ, ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. മിസ്രയീമ്യരെ മിസ്രയീമ്യരോട് തന്നെ കലഹിപ്പിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാലും സാറില്ല, ശരി ഉത്തരമാണല്ലോ, സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചാലോ? ഓക്കെ ആന്റി, ചോദ്യം ഇതാണ്. മിസ്രയീമ്യർ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? ഞാൻ മിസ്രയീമ്യരോട് കലഹിപ്പിക്കും. അതെ, അപ്പോ യുദ്ധം ചെയ്യുന്നത് ആരോടൊക്കെയാണ്? കലഹിപ്പിക്കുന്ന അവരോടാണ്. അപ്പൊ അതിനെക്കുറിച്ച് സ്പെഷ്യലി എടുത്ത് പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരോടൊക്കെ ഞാൻ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും എന്നുള്ളത്. ആരോടൊക്കെയാണത്? ഞാൻ മിസ്രയീമിലേക്ക് യുദ്ധം കലഹിപ്പിക്കും. അവർ ഓരോരുത്തരും താങ്കാന്റെ സഹോദരനോടും ഓരോരുത്തരും താങ്കാന്റെ കൂട്ടുകാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും. അതാണ് ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. ഓരോരുത്തരും തന്റെ സഹോദരനോടും തന്റെ അയൽക്കാരനോടും പട്ടണം പട്ടണത്തോടും രാജ്യം രാജ്യത്തോടും. യെസ്, ഇപ്പൊ സന്തോഷമായില്ലേ? അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരി ഉത്തരം പറഞ്ഞു. ഒരു പാട്ട് പാടി. അപ്പൊ അടുത്ത അങ്കിൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, യെസ് യെസ്, നമുക്കും സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, അങ്കിളും രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക. പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കുക കേട്ടോ. ഇനിയും വിളിക്കാം. താങ്ക് യു. ഓക്കെ, കുഞ്ഞമ്മ ആന്റി ആയിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് നമ്മളെ വിളിച്ചത്. ആന്റി വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടിത്തന്നു, ക്വസ്റ്റ്യൻസ് എല്ലാം ശരിയാക്കി. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും അങ്കിളിനും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ കുടുംബങ്ങളെ ഒക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ആ ഒരു വേടന്റെ കെണിയിൽ എങ്ങനെയാണ് പ്രാവുകൾ അകപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ആ പ്രായമുള്ള പ്രാവ് എന്തായിരിക്കും പറഞ്ഞത് എന്നുള്ളത് കേൾക്കാം. ഈ പ്രായമുള്ള പ്രാവ് ഈ കൂടെയുള്ള പ്രാവുകളോട് പറയുകയാണ്, ഇത് കാടിന്റെ നടുവശമാണ്, ഇതിനടുത്ത് പാടമോ അല്ലെങ്കിൽ ഈ നെൽകൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ധാന്യകൃഷി ചെയ്യുന്ന ഒരു സ്ഥലവുമില്ല. അങ്ങനെയെങ്കിൽ ഉൾക്കാട്ടിലായിട്ട് കാടിന്റെ നടുവിലായിട്ട് കുറച്ച് ധാന്യമണി കിടക്കുക എന്നുള്ളത് സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല. മറിച്ചത് ഒരുപക്ഷെ കെണിയാകാം, നമ്മളെ ആരെങ്കിലും കുടുക്കാൻ വേണ്ടിയുള്ള കെണി. എന്നാൽ ഇത് കേട്ട് ബാക്കിയുള്ള പ്രാവുകളെല്ലാം ഈ പ്രായമുള്ള പ്രാവിനെ പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ പ്രായമുള്ള പ്രാവാകട്ടെ ഇതിനെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ബാക്കിയുള്ള പ്രാവുകളെല്ലാം ഈ ധാന്യം കൊത്തു തിന്നുന്ന സമയത്ത് തന്നെ അവരറിയാതെ അവരുടെ മുകളിലൂടെ ഒരു വല വന്ന് പറന്ന് വീഴുകയാണ്. ഇത് കണ്ട് ഇവരെല്ലാം പേടിച്ച് കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. എന്നാൽ കാടിന്റെ ഏതോ ഒരു വശത്ത് മറഞ്ഞിരുന്ന വേടനാകട്ടെ സന്തോഷിച്ച് ആർത്തട്ടഹസിച്ചുകൊണ്ട് ഈ പ്രാവുകളുടെ മുന്നിലേക്ക് വന്ന് സന്തോഷത്തോടെ നോക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ ഒരു വെടിക്ക് ഒരുപാട് പക്ഷികൾ എന്ന് പറയുന്ന പോലെ
ഒരുപാട് പ്രാവുകളെ അയാൾക്ക് കിട്ടി. അയാളുടെ മനസ്സിൽ അപ്പോൾ ഈ പ്രാവുകളെല്ലാം ചന്തയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഇവരെ വിറ്റ് കാശാക്കുന്ന തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളാകട്ടെ സന്തോഷത്തോടെ ഇവരെ എല്ലാം കൊണ്ടുപോകുവാനുള്ള കൂടെടുക്കുവാനായി പോയി. എന്നാൽ ഇതേ സമയം ഈ പ്രാവുകൾ ഈ പ്രായമുള്ള പ്രാവിനോട് കരഞ്ഞ് അപേക്ഷിച്ചു കൊണ്ടിരുന്നു, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ളത്. എന്നാൽ ഈ പ്രായമുള്ള പ്രാവിനാകട്ടെ അതിൻ്റെ പരിമിതികൾ കൊണ്ട് അതിന് സാധിക്കുന്നുമില്ല. എങ്കിലും എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പ്രാവുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഏലിയമ്മ ആന്റി, കോട്ടയത്ത് നിന്നല്ലേ? ഓക്കെ ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ആന്റി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മാർഗനിർദ്ദേശത്തിനായി മിസ്രയീമ്യർ ആരെയാണ് അന്വേഷിക്കുന്നത്? മാർഗനിർദ്ദേശത്തിനായി മിസ്രയീമ്യർ ആരെയാണ് അന്വേഷിക്കുന്നത്? അതെ അതെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും വേണ്ട, അത് ശരിയാണ്. ഉത്തരം ഇതാണ്. വിഗ്രഹങ്ങളെയും മന്ത്രവാദികളെയും വെളിച്ചപ്പാടുകളെയും പ്രശ്നക്കാരെയും. ഓക്കെ ആന്റി, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. എപ്പോഴാണ് മിസ്രയീമ്യർ വിഗ്രഹങ്ങളെയും മന്ത്രവാദികളെയും വെളിച്ചപ്പാടുകളെയും പ്രശ്നക്കാരെയും അന്വേഷിക്കുന്നത്? എപ്പോഴാണ് മിസ്രയീമ്യർ വിഗ്രഹങ്ങളെയും മന്ത്രവാദികളെയും വെളിച്ചപ്പാടുകളെയും പ്രശ്നക്കാരെയും അന്വേഷിക്കുന്നത്? സംശയമില്ലാണ്ട് പറഞ്ഞോളൂ. ശരി ഉത്തരവാ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, കൂടെ എന്തോ ഒന്നും കൂടി സംഭവിക്കും. ഇസ്രായേലിനോട് കലഹിച്ച് ഓരോരുത്തർ താന്താന്റെ സഹോദരനോടും താന്താന്റെ കൂട്ടുകാരനോടും ഉത്തരം പട്ടണത്തോടും രാജ്യത്തിന്റെ എത്തുകയും അങ്ങനെ ഇസ്രായേലിനെത്തി. രാജ്യത്തോടൊക്കെ യുദ്ധം ചെയ്യല്ലേ ചെയ്യുന്നേ? ക്വസ്റ്റ്യൻ ഇപ്പം ഈ പ്രശ്നക്കാരെയും അന്വേഷിക്കുന്നത് എപ്പോഴാണ് അന്വേഷിക്കുന്നതെന്നാണ് ഉള്ളതാണ് ചോദ്യം. എപ്പോഴാണെന്നല്ലേ? അപ്പൊ ആന്റി ആദ്യം പറഞ്ഞത് പറഞ്ഞു ആന്റി. ആലോചനയെ നശിപ്പിച്ച് കഴിയുമ്പോൾ. ഓക്കെ ആന്റി, ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും കൂടി വെച്ച് നോക്കുമ്പോ അത് ശരി ഉത്തരമാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ മധ്യേ ക്ഷയിച്ചു പോവുകയും യഹോവ അതിന്റെ ആലോചനയെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വചനം പറയാവോ? പറഞ്ഞോളൂ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഓക്കെ, അത് ഭയങ്കര ഇഷ്ടമുള്ള വചനം അല്ലേ? ഓക്കെ 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 ആന്റി, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. യഹോവ മിസ്രയീമ്യരെ ഏൽപ്പിക്കുന്നത് ആരുടെ കയ്യിലാണ്? അവരെ ഭരിക്കുന്നത് ആരാണ്? ഏൽപ്പിക്കും. പിന്നെ ഭരിക്കുന്നത് ആരാ? ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. ഒരു ക്രൂരനായ യജമാനന്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കപ്പെടും. ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും. അതെ, 3 ചോദ്യങ്ങൾ ശരി ഉത്തരം ആയപ്പോ സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനോട് ചോദിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ്. സമുദ്രത്തിലെയും നദികളിലെയും വെള്ളത്തിന് എന്ത് സംഭവിക്കും? ശരി ഉത്തരം. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഇതിന്റെ ശരി ഉത്തരം ഇതാണ്.
സമുദ്രത്തിലെ വെള്ളമില്ലാതാകും, നദി ഉണങ്ങി ശൂന്യമാകും. ഓക്കെ, ആന്റിക്ക് പാടണമെങ്കിൽ പാടിക്കോളൂ. ശരി, പാടാം. കർത്താവിൻ സന്തോഷം അവനെന്മേലും ആരിതിൽ പാർക്കുന്നേലും അവനെന്റെ സങ്കേതം വിശ്രാമം നാട്ടോറും അവനെന്റെ സർവ്വത്തോളേ അവനെന്റെ സങ്കേതം വിശ്രാമം നാട്ടോറും അവനെന്റെ സർവ്വത്തോളേ പല നാൾ കരുതി ഞാൻ ഏനെന്ന് എന്നോട് ചൊല്ലി ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്ന നിന്നോട് കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്ന നിന്നോട് കൂടെയുണ്ട് സത്യമെന്നു ഞാൻ കരുതിയാണ് ഒന്നാളിനാവേ നിന്നോട് ചൊല്ലി മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്ന കൂടെയുണ്ട് അസാധ്യം സാധ്യമാക്കുന്ന നിന്നോട് കൂടെയുണ്ട് കർത്താവിൻ സന്തോഷം അവനും മേലത്ത് ആരിതിൽ പാർക്കുന്ന അവനെന്മേലും അവനെന്റെ സങ്കേതം വിശ്രാമം നാട്ടോറും അവനെന്റെ സർവ്വമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാട്ടോറും അവനെന്റെ സർവ്വമേ. ഓക്കെ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം. ഓക്കെ ആന്റി, അപ്പം ഇനിയും വിളിക്കുക. ഓക്കെ ആന്റി, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഏലിയമ്മ ആന്റി ആയിരുന്നു കോട്ടയത്ത് നിന്ന് വിളിച്ചത്. ആന്റിക്കും ആന്റിയുടെ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും അതിനൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ വേടന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി പ്രാവിന്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ പ്രാവിൻ കൂട്ടം വളരെയധികം കരഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഈ പ്രായമുള്ള പ്രാവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല രക്ഷപ്പെടാൻ പരിശ്രമിക്കേണ്ടത്, പിന്നെയോ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിക്കുക. അങ്ങനെ ഈ പ്രായമുള്ള പ്രാവ് പറഞ്ഞതനുസരിച്ച് ഇവരെല്ലാവരും ശക്തിയിൽ ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കുകയാണ്. ഈ വേടൻ കൂടും കൊണ്ടുവരുന്ന സമയത്ത് കണ്ട കാഴ്ചയാകട്ടെ, ആ വലയോടുകൂടി പ്രാവിന്റെ കൂട്ടം പറന്നുയരുന്നു. വലയും കൊണ്ട് ആ പ്രാവിന്റെ കൂട്ടം ഉയർന്ന് പറക്കുകയാണ്. ഇത് കണ്ട് ഇയാൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഇവർ രക്ഷപ്പെട്ടു എന്ന് ഇയാൾ അതിശയിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രായമുള്ള പ്രാവാകട്ടെ ഏറ്റവും സന്തോഷത്തോടു കൂടി ആ പ്രാവിൻ കൂട്ടത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ഒടുവിലായി രക്ഷപ്പെട്ട പ്രാവിൻ കൂട്ടത്തെയും കൊണ്ട് ഈ പ്രാവ് തൻ്റെ സുഹൃത്തായ എലിയുടെ പക്കലേക്ക് പോയി ഈ വല കടിച്ചു മുറിച്ച് അവരെല്ലാം രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പ്രായമുള്ള പ്രാവ്, നമ്മുടെയൊക്കെ ചുറ്റും ഒരുപാട് അപകടങ്ങളുണ്ട് മക്കളെ, പക്ഷെ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനാകട്ടെ ഒരുമിച്ചാണ് പരിശ്രമിക്കേണ്ടത്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് വലിയൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ ഉപദേശം എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസൻ ആന്റി. എവിടെ നിന്ന് വിളിക്കുന്നു? മല്ലപ്പള്ളി. മല്ലപ്പള്ളി. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും ഭർത്താവും. ഓക്കെ ഓക്കെ. അവിടെ മഴയൊക്കെ ഉണ്ടോ ആന്റി? ഇപ്പം തോർന്നിരിക്കുന്നു. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഇടയ്ക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ആരുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് യഹോവ അവരെ സൗഖ്യമാക്കുന്നത്? മിസ്രൈമിയരുടെ. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ് മിസ്രൈമിയരുടെ. ശരി ഉത്തരം. ഓക്കെ ആന്റി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ചോദ്യം ഇതാണ്: ഏതൊക്കെ ആൾക്കാരാണ് ഒന്നിച്ചു ചേർന്ന് യഹോവയെ ആരാധിക്കുന്നത്? മിസ്രൈമിയരും. ആന്റി ഒരിക്കൽ കൂടി പറയാവോ? മിസ്രൈമിയരും അശ്ശൂരും. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ് മിസ്രൈമിയർ അശൂര്യരോട് കൂടെ. ഓക്കെ ആന്റിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ പേര് പറയാവോ? ജോസഫിനെ ഇഷ്ടമാണ്. ഓക്കെ, ജോസഫിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം?
അനേകം കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചു. ഓക്കെ. അതുകൊണ്ട് അനുഗ്രഹം കിട്ടുന്ന ദൈവം. ഓ, അതുകൊണ്ട് ഇഷ്ടമാണ് അല്ലെ? നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്, കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ദൈവത്തെ മുറുകെ പിടിക്കണം എന്ന് നമ്മളോട് പറയാതെ പറയുന്ന ആളാണ് ജോസഫ് അല്ലേ? Yes. ഓക്കെ ആന്റി, ഓക്കെ. നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് മടങ്ങി വരാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മിസ്രൈമ്യർ അശൂരിലേക്കും അശൂര്യർ മിസ്രൈമിലേക്കും പോകത്തക്കവണ്ണം ഉണ്ടാക്കിയത് എന്താണ്? ആന്റി, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞു. മിസ്രൈമ്യർ അശൂരിലേക്കും അശൂര്യർ മിസ്രൈമിലേക്കും പോകത്തക്കവണ്ണം ഉണ്ടാക്കിയത് എന്താണ്? അവര് പ്രാർത്ഥന ഇല്ലാത്ത അവരെ സൗഖ്യമാക്കി. ആന്റി, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചോണേ. അതായത് മിസ്രൈമിൽ അശൂരിലേക്കും അശൂര്യർ മിസ്രൈമിലേക്കും പോകാൻ വേണ്ടിയിട്ട്, നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പെരുവഴി ഉണ്ടായതുകൊണ്ട്. അത് ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, പെരുവഴി. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം ഇതാണ്: ആ നാളിൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായി ആരാണ് ഉള്ളത്? സംശയമൊന്നുമില്ല? ഇല്ല. ഓക്കെ, എന്തായാലും ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ഇസ്രായേൽ. ഓക്കെ. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരി ഉത്തരം പറഞ്ഞല്ലോ, സന്തോഷമായില്ലേ? ഓക്കെ. അപ്പൊ ആന്റി എന്തായാലും ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ഓർക്കണം. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനൊക്കെ നമ്മളും പ്രാർത്ഥനയിൽ ഓർത്തോളാം. ഓക്കെ ആന്റി, താങ്ക് യു. സൂസൻ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ആന്റി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ സഹായമൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിൽ ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരാണെങ്കിലും നമ്മുടെ ഈ ഒരു വചന സമീക്ഷയുടെ ഒരു കുടുംബത്തിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തി. എന്തായിരിക്കും പ്രാവ് നൽകുന്ന ഉപദേശം? പകുതി നമ്മൾ കേട്ടു. എന്താണ്? നമ്മുടെ ചുറ്റും ഒരുപാട് അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മളെക്കാത്ത ഒരുപാട് കെണികൾ ഉണ്ടാകാം. പക്ഷെ അതിലൊന്നും പോയി ചാടാതെ നേർവഴിക്ക് പോവുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ഒരു മുതിർന്ന പ്രാവ് അല്ലെങ്കിൽ പ്രായമായ പ്രാവ് ഇവർക്കൊരു ഉപദേശം കൂടി നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതാണെങ്കിൽ അതിൻ്റെ പിന്നാലെ വീണ്ടും പോകരുത്. പിന്നെയോ നമ്മൾ കൂട്ടത്തോടെ നമ്മുടെ ഒപ്പമുള്ളവരെ കൂടി കൈപിടിച്ച് അവരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ഉന്നതങ്ങളിലേക്ക് പറന്നുയരാൻ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ കൂടെയുള്ളവരുടെ ഉയർച്ചയ്ക്ക് നമ്മൾ കൂടി കാരണക്കാരാവുകയാണെങ്കിൽ എത്രമാത്രം സന്തോഷകരമായിരിക്കും, അല്ലെങ്കിൽ ആനന്ദപ്രദമായിരിക്കും ആ ഒരു കാര്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പമുള്ളവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുവാൻ, താങ്ങാകുവാൻ ഒക്കെ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് അതിനുവേണ്ടി ക്രമീകരിക്കാം, ചിട്ടപ്പെടുത്താം. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.